ഷെഫി നമ്മൾ എങ്ങോട്ട് പോവാണ്? അതെ ഗൈസ്, ഫ്രാങ്കറി വന്നിട്ട് 5-6 മാസമായെങ്കിലും ഞാൻ അറിഞ്ഞില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വേൾഡ് റെക്കോർഡ് സ്പോട്ട് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടി ആ സ്ഥലം കാണിച്ചേക്കാം. നിങ്ങളിപ്പോൾ കേട്ടതൊരു ദീനരോധനമാണ്. അതെ, ഓൺ ദി വേ ടു ഡെസ്റ്റിനേഷൻ നമ്മൾ ഒത്തിരി പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടായിരുന്നു. വാള് വെക്കാൻ നിൽക്കുന്ന അഞ്ജന, അതെ, ആ തുള്ളിച്ചാടലൊക്കെ കുറച്ച് നേരം ഉണ്ടായുള്ളൂ. എസ്തെറ്റിക് വ്യൂസ് എല്ലാം ആസ്വദിച്ച് വന്നപ്പോഴേക്കും എൻ്റെ വയറ്റിലുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വന്നായിരുന്നു. പിന്നെ അവിടെയുള്ള മാനുക്കാവ് ചെടിയുടെ ഇലയൊക്കെ മണപ്പിച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് ശ്വാസം വിടാൻ പറ്റിയത്. അത് പറയാൻ മറന്നു. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെപ്പോലെ സിക്നെസ്, അതായത് ഈ വണ്ടിച്ചെരുക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം മണപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല റിലീഫ് കിട്ടും. അനുഭവം ഗുരു. After that, this beautiful peacock gave us a show which seems very amazing. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് ബ്യൂട്ടിഫുൾ ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. യെസ്, ദിസ് ഇസ് ദി വൺ വിച്ച് ഐ വാസ് സ്പീക്കിംഗ് ഏർലിയർ, ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് ഫുഡ് ബ്രിഡ്ജ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഈ പൊട്ടം വിചാരിച്ചാരോ വിച്ച് ക്രാഫ്റ്റ് ചെയ്തേക്കണേന്ന്. വെറുതെയാണ് ഗൈസ്, ആരോ ബാർബിക്ക് അടിച്ചിട്ട് പോയതാണ്. ഈ മണ്ടനാണ് അതൊരു കയ്യിലും പിടിച്ച്. ഇനി കുറച്ച് റൊമാൻറ്റിക് സീൻ കാണാം ഗൈസ്. റൊമാൻറ്റിക് സീൻ. വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ. ഹിസ്റ്ററി സെയ്സ് 1947 നോർത്തേൺ വനാനക്കിലുള്ള ഈ സ്കൂളിലേക്ക് സദേൺ സൈഡിലുള്ള പിള്ളേർക്ക് വരാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്തൊരു ഫുഡ് ബ്രിഡ്ജാണിത്. ബിഫോർ ദിസ് ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ് അവരുടെ ലൈഫ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വഞ്ചി തുഴഞ്ഞിട്ടാണ് അപ്പുറത്തെ സൈഡിൽ, സൗത്ത് സൈഡിലെ പിള്ളേരെ നോർത്ത് സൈഡിലുള്ള സ്കൂളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നായിരുന്നത്. അപ്പം ഈ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് അവിടുത്തെ നാട്ടിലുള്ള ലോക്കൽ റെസിഡൻസ് ടിമ്പർ വെച്ചിട്ട് ഒരു ഫുഡ് ബ്രിഡ്ജ് പണിതു. വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ സൗത്തും നോർത്തും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ റോഡ് നെറ്റ്വർക്ക് ഇല്ല. സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട് ലോക്കൽസിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഒരു ഗ്രോസറി സ്റ്റോറും ഉണ്ട്. അതിന് നമ്മൾ ആ ഗ്രോസറി സ്റ്റോറിൽ പോയി കുറച്ച് തേടി പറിക്കൊക്കെ നടന്നു. ഈ കാഴ്ച കേരളത്തെ ഞെട്ടിച്ചതാണ്. അസുഖം ഭേദമാകാത്ത ഈ രണ്ടുപേരെയും ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്ര അധികൃതർ തുണയാരുമില്ലാതെ ബസ്സിൽ കയറ്റി വിടുകയായി. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. ഭയങ്കരം തന്നെ. രാവിലെ ആർക്കും ഒരു ഉന്മേഷമില്ലല്ലോ. കേറി വാടാ ധൈര്യമായിട്ട്. നീ കേറി വാടാ മക്കളെ വേഗം. എന്ത് പറ്റി രാവിലെ? സുഖമല്ലേ? കമോൺ വാടാ ഇങ്ങോട്ട്, ധൈര്യമായിട്ട് വാ. എന്താണ് പഠിച്ചിരിക്കുന്നത്? വാ. ഓ, നീ എവിടെയും കിടന്നോ? കൊള്ളാം. വാ വേഗം വാ. ജോണി കൊതിയാ വാ പിടിച്ചിരിക്കുന്നോ? നീ മാത്രം കഴിച്ചാൽ മതിയോടാ, മറ്റുള്ളവർ കഴിക്കണ്ടേ? അവിടെ കൂടെ എന്താടിപ്പിക്ക്? ജോണിയോട് പേടിയാണോ? ചെല്ലടി മണോളപ്പിയോ? വഴക്കൂടാന്ന് ജോണി. സംഭവം ഈ സ്ഥലം കാണാൻ അടിപൊളിയൊക്കെയാണെങ്കിലും ഇവിടുത്തെ ആൾക്കാർ ലൈഫ് അത്ര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ വെച്ചേക്കുന്ന ഒരു ബോർഡാണ്. ഇതിനകത്ത് സുനാമി ഇവാക്യുവേഷൻ ഇൻഫോർമേഷനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആസ് പെർ ദിസ് ബോർഡ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഓറഞ്ച് അലേർട്ട് സോണാണ്. ഇവർ പറഞ്ഞേക്കുന്നത് 3 to 5 മീറ്റർ ഹൈറ്റിൽ കൂടുതലുള്ള വേവ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്പോട്ടിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ തുടങ്ങല്ലേ. ആസ് ഐ മെൻഷൻ ബിഫോർ, ഇത് സദേൺ ഹെമിസ്ഫിയറിലുള്ള ലോങ്ങസ്റ്റ് ഫുഡ് ബ്രിഡ്ജാണ്. സംടൈംസ് സൈക്ലിസ്റ്റും ഈ ഫുഡ് ബ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ലെങ്ത്ത് വന്നിട്ട് 395 മീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. ടിമ്പർ വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കണേ. ഇനിഷ്യൽ സ്റ്റേജിൽ അവർ അൺട്രീറ്റഡ് ടിമ്പർ വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തത്. പിന്നീട് അവർ 1960s ട്രീറ്റഡ് പൈൻ ടിമ്പർ വെച്ച് റീപ്ലേസ് ചെയ്തു. വെള്ളം ഞങ്ങൾക്ക് അത്ര ഡീപ്പായിട്ട് ഫീൽ ചെയ്തില്ല. രണ്ട് സൈഡിലും നല്ലപോലെ ഫിഷസിനെ കാണായിരുന്നു, എസ്പെഷ്യലി ടുവേർഡ്സ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. ഭയങ്കര വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വൺ ടൈം വാച്ച് വർത്ത്.